കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമെല്ലാം പറഞ്ഞത് മുസ്ലിമുകൾക്ക് യാതൊരു ദോഷവും വരില്ല, ഒരു മുസ്ലിമിനെയും ദോഷമായി ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇന്നലെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ രാജ്യസഭയിൽ ഒരു MP എഴുന്നേറ്റ് നിന്നു. പക്ഷേ എല്ലാവരും എതിർത്തതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചു. എന്നാൽ ഈ സമരങ്ങളെല്ലാം നടക്കുമ്പോഴും അതിനെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ജനങ്ങളെ മുമ്പിൽ തോന്നിപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചു, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആസാമിൽ NRC കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ഇന്ത്യക്കാരല്ലാതെ വന്ന 19 ലക്ഷം ആളുകൾ, 19 ലക്ഷത്തിൽ നിന്ന് 13 ലക്ഷം മുസ്ലിം അല്ലാത്തവരാണ്. അവർക്ക് മുഴുവനും അഭയം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചു. ഈ രാജ്യത്തിന്റെ അഖണ്ഡത ഭരണകൂടം തന്നെ നശിപ്പിച്ചു. ഈ രാജ്യത്തിന്റെ മതേതരത്വവും പരസ്പര സ്നേഹവും എല്ലാം നശിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പുറത്തു നിൽക്കുന്ന 19 ലക്ഷം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് ഇവരിവിടെ പ്രധാനമന്ത്രിയായത്. അപ്പൊ അവർ ഇന്ത്യക്കാരാണ്, വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്കാരാണ്. അതുപോലെ ആധാർ കാർഡും ഐഡന്റിറ്റി കാർഡും ഉള്ളവരാണ്, അപ്പോഴും അവർ ഇന്ത്യക്കാര് തന്നെ. സ്വത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്ത ആധാരങ്ങൾ പലർക്കും ഉണ്ട്, അപ്പോഴും അവർ ഇന്ത്യക്കാര് തന്നെ. പാസ്പോർട്ട് എടുത്തിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നത്, വരുന്നത്. അങ്ങനെ ഈ 19 ലക്ഷം ആളുകളിൽ പാസ്പോർട്ട് ഉള്ള ആളുകൾ ഉണ്ട്. അപ്പൊ അവരെ ഗവൺമെന്റ് നേരത്തെ ഇന്ത്യക്കാരായി പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ രാജ്യത്തുള്ളവരാണെന്ന് ഗവൺമെന്റ് പരിഗണിച്ച ധാരാളം തെളിവുകൾ ഉള്ള വ്യക്തി ഇപ്പോൾ ചില നിബന്ധനകൾ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് എങ്ങനെ പുറത്തുപോയി? അപ്പൊ ഈ പുറത്തുപോയതോടുകൂടി യഥാർത്ഥത്തിൽ ഭരണകൂടം തന്നെ ഈ രാജ്യത്തെ ദ്രോഹിക്കുകയും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുകയാണ്. കൂടാതെ മതം മാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കുകയല്ലേ. ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത ഒരാൾ ഹിന്ദു ആയാൽ ഇവിടെ നിൽക്കാം, മുസ്ലിമായാൽ നിന്നുകൂടാ എന്ന് വരുമ്പോൾ വിവരം ഇല്ലാത്ത ആൾ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാനും സാധ്യതയില്ലേ? അപ്പോൾ ഭിന്നിപ്പ് കൂടുന്നില്ലേ?
അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാനും രാജ്യത്ത് എല്ലാവിധ ഫിത്നയും നാശവും ഉണ്ടാകാനും രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാതെ അത് നശിപ്പിക്കാനും ഈ തീരുമാനത്തിലൂടെ അവസരം വരികയാണ്. വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യക്കാരനായ ആള് എങ്ങനെ ഇപ്പം ഫാദറിൻ്റെ പേരും അറിയാത്ത കൊണ്ട് ഇന്ത്യ ചെയ്ത് പുറത്തു പോയത്? ജനിച്ചത് ഇന്ത്യയിലാണ്, ഫാദർ ജനിച്ചത് ഇന്ത്യയിലാണ്, ഗ്രാൻഡ് ഫാദർ ജനിച്ചത് ഇന്ത്യയിലാണ്, അതിൻ്റെ അപ്പുറത്തെ ഫാദർ ജനിച്ചത് ഇന്ത്യയിലാണ്, എല്ലാം ഇന്ത്യയിലായിട്ട് പിന്നെ എങ്ങനെ ഇന്ത്യന് പുറത്തുപോയി? ഇതിനൊന്നും മറുപടിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇൻഷാ അല്ലാഹ് ഈ ബില്ലും ഈ നിയമവും ഇന്ത്യ രാജ്യത്ത് നടക്കുകയില്ല, അതിന് സംശയം വേണ്ട. അള്ളാഹുവിൻ്റെ ഖുദ്റത്തുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഇത് നടക്കുകയില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിന്റെ ശബ്ദമല്ലേ? ആദം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നത് ഇന്ത്യയിലാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും മുൻഗാമികളായ മുഴുവൻ നബിയാക്കളും സംസാരിച്ചിട്ടുള്ള വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാകുന്നു നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഇറങ്ങി വന്ന് കലിമത്തു തൗഹീദ് പഠിപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമാണ്. ആ കലിമത്തു തൗഹീദാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ ആദ്യമായി കേട്ടത്. ഇനി ആ സ്ഥലം ഇപ്പോൾ ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ല, ശ്രീലങ്കയിലാണ്. അത് വിട്ടുപോയാലും, ബർമ്മ വിട്ടുപോയാലും, മറ്റ് രാജ്യങ്ങളൊക്കെ വിട്ടുപോയാലും ഇന്ത്യ ഇവിടെയുണ്ട്. ഈ ഇന്ത്യ മോചിപ്പിക്കാൻ പ്രവർത്തിച്ചത് മുസ്ലിംകളല്ലേ? മുൻപന്തിയിൽ മുസ്ലിംകളല്ലേ? മലപ്പുറം ജില്ലക്കാർക്ക് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അറിയാൻ എളുപ്പമാണ്. അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും മക്കളുമൊക്കെയും ഉണ്ട്. അവരിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അറിയാം. ആലി മുസ്ലിയാരെ കേൾക്കാത്തവരുണ്ടാവുകയില്ല. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മക്കളാണ് ഈ മലപ്പുറം ജില്ലയിലും മറ്റു സ്ഥലത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മറ്റുള്ളവരെ പോലെ ഒരു അവകാശം മുസ്ലിംകൾക്കുമുണ്ട്. ഈ അവകാശം ഇൻഷാ അല്ലാഹ് ഒരിക്കലും വിട്ടുകൊടുക്കുകയും ഇല്ല. പക്ഷേ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, അള്ളാഹു തആലക്ക് തഖ്വ ചെയ്യണം. ജനങ്ങളുടെ ദുശ്ചെയ്തികളെ കൊണ്ടാണ് അള്ളാഹു തആല പരിശോധിക്കുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ജനങ്ങൾ അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും മാറ്റമാക്കുന്നതിൻ്റെ അല്ലാതെ അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾക്ക് മാറ്റം വരുത്തുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഡൽഹിയിൽ പോയി നോക്കിയാൽ
ലോക്സഭയും രാജ്യസഭയും രണ്ടിൻ്റെയും ഇടയിൽ കാണാൻ വേണ്ടി ആളുകൾ വന്നിരിക്കുന്ന ഒരു തലമുണ്ട്. ആ തലത്തിൻ്റെ മേൽപോട്ട് നോക്കിയാൽ ഈ ആയത്ത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പം എടുത്തു കളഞ്ഞോന്ന് എനിക്കറിയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന ആയത്ത് എല്ലാ എംപിമാരോടും എല്ലാ മന്ത്രിമാരോടും പറയുന്ന ഒരായത്താണ്. നിങ്ങളിവിടെ മോശമായി ചെയ്താൽ അല്ലാഹു തആല നിങ്ങളെ പരിശോധിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, നാം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, സൂര്യഗ്രഹണമുണ്ടായ സമയത്ത് പോലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് അടുക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനോട് അടുക്കുകയും അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ, അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളെ കൂടുതൽ മഹബ്ബത്ത് വെച്ച് അവരുടെ വഴികൾ പിന്തുടരുകയും ചെയ്യുക, അവരോട് മഹബ്ബത്ത് വെക്കുക. നോക്കൂ നിങ്ങൾ, ആഗോള പ്രശസ്തനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. എനിക്ക് വല്ല വിഷമങ്ങളും സംഭവിച്ചാൽ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കേണ്ടി വന്നാൽ ഉടനെ തന്നെ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. ഓള് എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് ഞാൻ അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോകും. അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാം കണ്ടിട്ടില്ല. കാരണം ഇമാം അബൂ ഹനീഫ വഫാത്തായ ആ ദിവസമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല വിഷമങ്ങളും നേരിടുകയോ വല്ല ആവശ്യങ്ങളും നിറവേറ്റേണ്ടി വരികയോ ചെയ്താൽ ഞാൻ വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുകയും പിന്നീട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോകും. അവിടുത്തെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഞാൻ സിയാറത്ത് ചെയ്യും. അള്ളാഹുവിനോട് ചോദിക്കും, അങ്ങനെ അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്യുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുമായിരുന്നു എന്ന് ആഗോള പ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് കൂടുതൽ അടുക്കുക, സ്വാലിഹീങ്ങളോട് കൂടുതൽ അടുക്കുക. അവരുടെ ചരിത്രം നാം ഓർക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന മൗലിദുകളും ചരിത്രങ്ങളും നമ്മുടെ വീട്ടിൽ വെച്ച് അധികമായി പറയുക. ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. തഹജ്ജുദ് നിസ്കാരം ഒറ്റ കൊട്ടിയും ഒഴിവാക്കണ്ട. ആ ഇതിനു വേണ്ടി മാത്രമാണ് എന്ന് ആരും കരുതുകയും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നല്ല മുഅ്മിനീങ്ങളായ ആളുകളുടെ ലക്ഷണം രാത്രി യഥാ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നു, എന്നിട്ട് നിസ്കരിക്കുന്നു. ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു തആലക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുക. രാത്രി 11 സമയത്ത് ആരുമില്ലാത്ത സമയം നമ്മുടെ ദോഷം പൊറുക്കാൻ അള്ളാഹുവിനോട് പറയുക. അവിടെ ലോകമാന്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുക. അള്ളാഹുവിനോട് നമ്മളെ ആവശ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിലോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോൾ തരും, ഉദ്ദേശിച്ചത് തരും. ചോദിക്കൽ നമ്മുടെ കർത്തവ്യമാണ്, പറയൽ നമ്മുടെ കർത്തവ്യമാണ്. ആ നിലക്ക് നിങ്ങളും ഞാനും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും തഖ്വ ചെയ്യുകയും വേണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ബില്ലിൻ്റെ കാര്യം
അങ്ങനെ അങ്ങ് നടന്നോളും. ഇൻഷാ അല്ലാഹ് ആവശ്യം വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയിക്കും എന്ത് വേണമെന്ന്. ആ സമയത്ത് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ചെയ്യണം, എല്ലാവിധത്തിലും നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാത്ത നിലക്ക് ചെയ്യേണ്ടത്, നിയമപരമായി ചെയ്യേണ്ടത് നമ്മുടെ സംഘടന അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ നടത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, എല്ലാവരും യോജിപ്പ് വേണം. മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യോജിപ്പ് വേണം. പരസ്പരം അങ്ങുമിങ്ങും എന്തെങ്കിലും പറയാൻ പാടില്ല. അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടില്ലേ? ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യണം. വഖൂലു ഖൗലൻ സദീദാ, നേരെയുള്ള വാക്ക്, ചൊവ്വായ വാക്ക് മാത്രം നിങ്ങൾ പറയുക. എന്നാൽ നിങ്ങളുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരും, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. അതുകൊണ്ട് നല്ലത് പറയുക, കളവ് പറയാതിരിക്കുക, വഞ്ചന ചെയ്യാതിരിക്കുക, ചതി ചെയ്യാതിരിക്കുക. മോശമായ ഒറ്റ വാക്കും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല, ഏത് വ്യക്തിയെ സംബന്ധിച്ചായാലും. അതുകൊണ്ട് എല്ലാവരും വളരെ നല്ല വാക്കുകൾ പറയുക. മുസ്ലിമീങ്ങളല്ലാത്ത അന്യമതക്കാർ ധാരാളം ആളുകൾ നമ്മളെ കൂടെയുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് ഈ ബില്ല് കൊണ്ടും ഈ നിയമം കൊണ്ടും നശിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലെ പകുതിയിലധികം ഹിന്ദുക്കളും നമ്മളെ കൂടെ തന്നെയാണ്, ആരും സംശയിക്കണ്ട. അതുകൊണ്ട് എല്ലാവരുമായുള്ള മത സൗഹാർദ്ദവും മതമൈത്രിയും എല്ലാം നിലനിർത്തി സന്തോഷത്തോടുകൂടി ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ഒരു സ്വലാത്ത് എല്ലാവരും നിന്നിട്ട് ചെല്ലണം. ആ സ്വലാത്ത് പതിവാക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇനിയും اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് എന്നെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നിത്യം 100 വട്ടെങ്കിലും ചെല്ലാൻ ഉത്സാഹിക്കണം. ഇനി കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന അത്ര ചെല്ലണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, അതിന് നമ്മുടെ മശായിഖന്മാർ തന്ന സമ്മതം നിങ്ങൾക്ക് പ്രത്യേകമായി തരുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ.